ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ വിനായകനെയാണ് കാണുന്നത്. അപ്പം വിനായകൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് എവിടെയായിരുന്നു ഇതുവരെ എന്നിങ്ങനെ ചോദിച്ചു. അതെ, എത്ര പേര് പരാതി കൊടുത്തിട്ടുണ്ട്, എത്ര പേരുടെ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എല്ലാം അറിയാൻ വേണ്ടി പോയതാ. എന്നിട്ട് എല്ലാം അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അറിഞ്ഞു. മിക്കവരും നമ്മളേതുപോലെ തന്നെ കേസിന് പോകാനാ പരിപാടി. അവര് കാശ് കൈ കിട്ടിയ 90% ദാനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ മനുഷ്യ. അതെന്തിനാടി അവർ ദാനം ചെയ്യുന്നത്? അതെ, പിന്നെ അവരെന്തിനാടി ദാനം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, അത് നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു. പിന്നെ നിങ്ങൾ തന്നെയല്ലേ സമ്മതിച്ചത് ദാനം ചെയ്യാമെന്ന്? ഞാൻ സമ്മതിച്ചെന്നോ? എന്ത് സമ്മതിച്ചു എന്നാ നീ പറയണത് എന്ന് ചോദിച്ചു. എടി അല്ല മനുഷ്യ, നിങ്ങൾ സഹകരണ ബാങ്കിലെ ആ പൈസ നിങ്ങൾ ലോൺ അടച്ച് തീർത്തോളാം എന്ന് നിങ്ങളല്ലേ സമ്മതിച്ചത് എന്ന് ചോദിച്ചു. എടി അത് പിന്നെ നന്ദിനി എന്നെ പെടുത്തിയതല്ലേ. അങ്ങനെ പെടാൻ മാത്രം നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിന്ന് കൊടുത്തതെന്നാ ഞാൻ ചോദിച്ചത്. മനസ്സിലായില്ലേ? അവളോട് നിങ്ങൾ അങ്ങനെ ഞാൻ കേൾക്കാതെ വല്ലം വാക്കു കൊടുത്തിട്ടുണ്ടോ? സത്യം പറയണം, ഞാൻ അങ്ങനെ ചെയ്യൂടി. പിന്നെ എന്തിനാ നിങ്ങളെ സമ്മതിക്കാൻ പോയത്? എന്റെ നന്ദിനി, അമ്മ അങ്ങനെ ചൂടായി നിൽക്കുന്ന സമയം നമ്മുടെ മുഖം രക്ഷിക്കാൻ വേദ എന്ത് സഹായം ചെയ്തതുപോലെ എനിക്ക് തോന്നിയത്. അയ്യോ പാവം, 4 ലക്ഷം സഹകരണ ബാങ്കിൽ അടച്ചു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സഹായമായിട്ടാ തോന്നിയതല്ലേ? എന്റെ നന്ദിനി, സത്യം പറഞ്ഞ അച്ഛൻ അമ്മയെ തല്ലും, പക്ഷേ എന്താ പറയാ, സത്യം പറഞ്ഞില്ലെങ്കിൽ പട്ടിയിറച്ചു തിന്നും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു എൻ്റേത്. പക്ഷേങ്കിൽ ആൾക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ തൽക്കാലം അമ്മയുടെ മുന്നിൽ രക്ഷപ്പെടാനായിട്ടാണ് നമ്മൾ എന്താ പറയുക, ആ ലോണ് അവര് നമ്മൾ അടച്ചു തീർക്കും എന്നാണ് ചേട്ടനും അമ്മയും ഒക്കെ വിചാരിച്ചത്. ആ സമയത്ത് ഞാൻ എങ്ങനെയാ നന്ദിനി അതിന് പറ്റില്ല എന്ന് പറയുക? അതെന്നെ കൊണ്ട് കഴിയുമോ? അവരൊക്കെ ഞാൻ ഭയങ്കര മഹാകാര്യം ചെയ്യുന്ന പോലെയല്ലേ? ശരിക്കും പെട്ടുപോയി. ഇതിലും ഭേദം ആ കുറിക്കാശ് പോയി എന്ന് വിചാരിക്കുന്നായിരുന്നു. അവള് വക്കീലിനെ കൊണ്ടുവരുന്നു, സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, എന്തൊക്കെ നാടകമായിരുന്നു. ഇനി എന്താ ചെയ്യുക? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ നിങ്ങളുണ്ടാക്കിയ കാശ് എല്ലാവരുടെ തിന്നാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ അത് വലിയ ആഗ്രഹമായിരുന്നെന്നും അത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചതായിരുന്നു എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു പോയത്. എന്റെ പൊന്നു മനുഷ്യ, പുന്നാരനിയത്തി ചാക്കിട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മങ്ങളെ ഏറ്റല്ലേ? പറ്റിപ്പോയി നന്ദിനി, പറ്റിപ്പോയി. നിങ്ങൾക്ക് ഇങ്ങനെ പോയി കുടുക്കി ചാടിയാ മതിയല്ലോ. പക്ഷെ ആ കുതന്ത്രമെല്ലാം ഞാൻ തന്നെ കണ്ടുപിടിക്കണ്ടേ അതിൽ നിന്ന് ഊരാൻ. എന്നിട്ട് നീ വല്ലതും കണ്ടുപിടിച്ചോ നന്ദിനി എന്ന് ചോദിച്ചു. വാ, ചെന്ന് എല്ലാവരെയും കൂട്ടി ഞാൻ വരുന്നത് പോലെ അങ്ങ് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ വിനായകനെ നന്ദിനി ഉപദേശിക്കാണ്. കേട്ട് കഴിഞ്ഞപ്പോ വിനായകൻ ചോദിക്കുകയാണ്, ഇതൊക്കെ നടക്കുവോ? സമ്മതിക്കുവോ? എടി, ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ ഇനി കാശ് കൈ കിട്ടിയിട്ട് പറഞ്ഞാ പോരെ? അപ്പൊ കാശ് കൈ കിട്ടിയിട്ട് കൊടുക്കാനുള്ള മടിയെന്നല്ലേ പറയോ? പക്ഷെ നമുക്ക് അപ്പൊ വേദദർശനോട് പിന്മാറണം എന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചോ? അല്ലെങ്കിൽ ആ കാശ് അങ്ങ് വേണ്ടാതങ്ങ് വെക്കും എന്ന് പറഞ്ഞു. ആദ്യം നിങ്ങൾ അത് ഏറ്റത് നടക്കില്ല എന്ന് പറ, എന്നിട്ട് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വിനായകനെ മുന്തി തള്ളിക്കൊണ്ട് നന്ദിനി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ വിശ്വവും ശ്രീജയുണ്ട്, കമലയുണ്ട്, വേദയുണ്ട് കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും കിച്ചണിലുണ്ട്, ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്താണ് ചെല്ലുന്നത്. ആഹാ, നന്ദിനി എവിടെയായിരുന്നു? ഞാൻ എവിടെ പോവാനാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മേ. ഞാനും നന്ദിനിയും മുറിയിലുണ്ടായിരുന്നു. അമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. എന്ത് കാര്യം? അയ്യോ എനിക്കല്ല, വിനയേട്ടനാ. എന്താടാ? അല്ലമ്മേ, കുറിക്കാശ് കിട്ടിയ സഹകരണ ബാങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞില്ലേ? അതെ, അത് നിനക്ക് തോന്നിയത് വളരെ നന്നായി മോനെ. അച്ഛൻ വന്നപ്പോ ആദ്യം പറയാനിരിക്കുന്നത് അതാ. വലിയ സന്തോഷാകും മാഷിന്. അമ്മേ, അത് ധൃതി പിടിച്ച അമ്മ അച്ഛനോട് പറയണ്ട എന്ന് പറഞ്ഞു. എന്താടാ എന്ന് ചോദിച്ചോ? അത് ശരിക്കും ഞാൻ പറഞ്ഞതല്ല, നീ പറഞ്ഞതല്ലേ. ദേ ഈ വേദ എന്നെ പെടുത്തി കളഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പൊ വേദ ആകെ ഷോക്കായി പോയി കേട്ടോ. ഇതെന്താ ഇങ്ങനെ അറിയത്തില്ലല്ലോ. പെടുത്തുകയോ? എന്തിനാ? അതേ വിശ്വേട്ടാ, വണ്ടിയെ വെച്ച് വിനയേട്ടൻ അങ്ങനെ പറയുന്ന ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പൊ വന്നപ്പോ എന്നോട് പറയാ വേദയോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എല്ലാം വേദ ഉണ്ടാക്കി പറഞ്ഞതാണത്രേ എന്ന് പറഞ്ഞു. അതെ, ഇതൊക്കെ എന്ത് കുശുമ്പാണമ്മേ.
ഞങ്ങളെ കഷ്ടപ്പെട്ട് 4 കാശ് സമ്പാദിക്കുന്നത് ഇവക്ക് എത്ര വിഷമം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ നന്ദിനി എന്ന് ചോദിച്ചു ശ്രീജ. ആ കാശ് പോയി എന്ന് പറയാൻ നിങ്ങൾ തോന്നിയത് വേദയോടല്ലേ? അപ്പോൾ അതിന് ശരിക്കും അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഇറങ്ങി പുറപ്പെട്ടതും വേദയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീജ. അതെ, ഇങ്ങനൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സഹായത്തിന് വിളിക്കില്ലായിരുന്നു. ഇപ്പം തന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ കുറേ പേര് കേസ് കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ കേസ് കൊണ്ട് അങ്ങോട്ടേക്ക് പോയേച്ചാൽ മതിയായിരുന്നു, വെറുതെ വേണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്തതല്ലോ, വേദയെ വിളിക്കുകയല്ലേ ചെയ്തത്. അത് പിന്നെ ഇവളുടെ അച്ഛൻ വലിയ ജഡ്ജാണ് എന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ പോലീസ് വല്ല സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വിളിക്കാന്ന് കൂട്ടാക്കിയത്. എന്റെ അച്ഛൻ ജഡ്ജാണെന്ന് നന്ദിനി നടത്തി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഓർത്തല്ലോ, സന്തോഷം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഇത്രത്തെ കാര്യം നിന്റെ അച്ഛന്റെ പദവി ഏതാണെന്നല്ല, വിനായേട്ടൻ പറയാത്ത കാര്യം നീ എന്തിനു പറഞ്ഞു എന്നുള്ളതാ. വേദ അത് പറഞ്ഞില്ലെങ്കിൽ ഇവനത് അപ്പോഴേ പറയായിരുന്നല്ലോ. അപ്പൊ നിഷേധിക്കാതിരുന്നിട്ട് പറയാതിരുന്നിട്ട് ഇപ്പൊ പറയുന്നത് നിന്റെ നേതൃത്വത്തിൽ ഒരു കുത്തിത്തിരിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ട് വിശ്വേട്ടാ എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ കാശ് അതെ മറ്റൊരാൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇത്തിരി കുട്ടിത്തിരിപ്പ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നില്ലേ? അതെന്റെ ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഒരു കഴിവാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ട് കമല നിൽക്കുക. അത് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ തട്ടിക്കൊണ്ടു പോയി എന്ന് അറിഞ്ഞപ്പം നന്ദിനിക്ക് ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. അത് വീടിന് വേണ്ടി ചെലവാക്കാം എന്ന് പറഞ്ഞപ്പോഴാണോ നന്ദിനിക്ക് ഇത്രയും വിഷമമായത് എന്ന് ചോദിക്കുക. അതെ, ഈ സമയത്ത് തന്നെയാ. വെറുതെ കിട്ടിയ പണം അല്ലല്ലോ ശ്രീജേടത്തി, വിനയേട്ടനെ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേദയും കമലയും മിണ്ടുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരുന്ന അത് കിട്ടില്ലല്ലോ. അപ്പൊ വിഷുവിട്ട് ഒരു താങ്ങ് കൊടുത്തു. അപ്പൊ എന്നാലല്ലേ മിണ്ടാതിരിക്കൂ. സമ്മതിച്ചു, അധ്വാനിച്ചുണ്ടാക്കിയ പണം തന്നെയാ. പക്ഷേ അത് ആ അധ്വാനം വിനായകേട്ടന്റെ അല്ലേ, നന്ദിനിയടുത്തിടേതല്ലോ. ഇത് നല്ല കൂത്ത്. എന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിന് അവകാശം എനിക്കല്ലാതെ പിന്നെ നിനക്കാണോ? എനിക്കല്ല. പക്ഷെ അതിലൊരു പങ്ക് വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും ഇല്ലേ? വലിയ വർത്താനം പറയാതെ വാടക്കടി. ഒരുത്തൻ ബലമായി കിട്ടിയ താലിയുടെ പേരില് അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു വന്ന ആ നീ എൻ്റെ അടുത്ത് മാതാപിതാ ഗുരുദൈവം കളിക്കാൻ വരരുതേ എന്ന് പറഞ്ഞ് നന്ദിനി ചൂടാവുകയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ആരെങ്ങനെ താലി കിട്ടിയെന്നുള്ളതല്ല നന്ദിനി പ്രശ്നം. വന്നു കയറിയ പെൺകുട്ടികൾക്ക് ഈ വീടിനോടും ഈ വീടിന്റെ ഉള്ളവരോടും സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഉണ്ടോ എന്നുള്ളതാണ്. അതെന്തായാലും നിന്നേക്കാൾ കൂടുതൽ ശ്രീജയ്ക്കും വേദയ്ക്കും ഈ വീടിനോടും വീട്ടുകാരോടും ഉണ്ട് നന്ദിനി. അത് ശരി, അപ്പൊ ഞാൻ പുറത്തായി അല്ലേ? മൂത്തവളും ഇളയവളും അമ്മയ്ക്ക് പ്രിയപ്പെട്ടവളായി, ഞാൻ വെറും കറിവേപ്പില അല്ലേ അമ്മേ? അപ്പൊ നന്ദിനിക്ക് കൊണ്ടു എഴുതാപ്പുറം വായിക്കണ്ട നീ വെറുതെ. നീ ആദ്യം കാണുന്നത് നിന്നെ മാത്രാണ്. ഇവര് രണ്ടുപേരും അങ്ങനെയല്ല, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതേമേ, എല്ലാം എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഈ വീടിന് വേണ്ടിയിട്ട് വിഷുവിന് എന്തെങ്കിലും തരുന്നുണ്ടോ? എന്നിട്ടും അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നമല്ല. പിന്നെ ഇളയ മോന്റെ കാര്യം ഒന്നും പറയണ്ട. ശ്രീജേടത്തിക്ക് കുടുംബത്തിനെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും കാണാനില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടയില്ല. താഴെയുള്ളവൻ തല്ലിയും അടിയും കൂട്ടിയുള്ള കാശ് അച്ഛൻ കൈ കൊണ്ട് തൊടില്ല. എന്നിട്ടും അവന്റെ ഭാര്യയും അമ്മയ്ക്ക് വലുത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഞാൻ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് വിനയേട്ടനാ. അതിനായിട്ട് ഞാൻ ഒരു എതിർപ്പും പറയാറുമില്ല. ഞാൻ കുടുംബസ്നേഹമില്ലാത്തവളല്ലേ നന്ദിനി? ഇത്തരം സംസാരങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചവളാ ഞാൻ. പക്ഷേ നീ ഇത്രയ്ക്ക് കണക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൂടി പറയാം. എന്താ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും സ്റ്റക്കായി. ശരിയാണ്, വിശ്വൻ ഈ വീട്ടിലേക്ക് ഒന്നും തരുന്നില്ല. അത് അവന്റെ തെറ്റ്. അതിന് ഞാൻ ഒരു കാലത്തും ന്യായീകരിച്ചിട്ടില്ല. ആവും വിധം ഞാൻ ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛനോ ആഹാരം കയ്യിലെടുക്കുന്ന സമയത്ത് ആ സമയത്തും അവനെ പരിഹസിക്കാൻ മാത്രമേ മുതിർന്നിട്ടുള്ളൂ. പക്ഷേ ആ പോത്തനത് ഒരു കാലത്തും മനസ്സിലായിട്ടുമില്ല. മറ്റൊരാളുണ്ട്. ഈ വീട്ടിൽ വന്നു കയറിയ കാലം മുതൽ നിങ്ങൾക്കുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും അഴിച്ചും വൃത്തിയാക്കിയും നിങ്ങൾക്കുള്ളത് അടിച്ചും കൂരിയും വൃത്തിയാക്കിയും ഭക്ഷണം ഉണ്ടാക്കിയും ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മറ്റൊരാൾ എന്നാ ശരിയല്ലേ എന്ന് ചോദിച്ചോ. ശ്രീജ എന്റെ മൂത്ത മരുമകൾ. അവൻ കെട്ടിയ എന്റെ മൂത്ത മരുമകളാ.
വിശ്വത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞു. ഹാ നിനക്കറിയുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടാതെ നിൽക്കാണ്. നീ പോലും കഴിച്ച എച്ചിൽ പാത്രം ചില സമയം അവളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നീ പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നന്ദിനി. പക്ഷേ എന്നിട്ടും ഒരു എതിർപ്പുമില്ലാതെ അവൾ അത് കഴുകിയിട്ടുണ്ട് എങ്കിൽ ഒരു പണിയും ചെയ്യാതെ മടി പിടിച്ചു നിൽക്കുന്നവന്റെ ഭാര്യയായി കഴിയുന്നവളുടെ ഗതികേട് ഓർത്തിട്ട് തന്നെയാ എന്നും എനിക്കറിയാം. അതെനിക്ക് നന്നായി അറിയാം നന്ദിനി എന്ന് പറഞ്ഞു. അപ്പം അവൾ എടുക്കുന്ന ഈ വീട്ടിലെ ജോലിക്ക് ഒരു ശമ്പളം കണക്കാക്കിയാൽ നിന്റെ ഭർത്താവ് ഈ വീട്ടിലേക്ക് തരുന്നതിന്റെ 4 ഇരട്ടി അത് അത്രത്തോളം വരും. നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം നന്ദിനിക്ക് മിണ്ടാനൊന്നുമില്ല, ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങളാണ് ഈ വീട് നോക്കുന്നതെന്നുള്ളൊരു ഭാവമുണ്ടായെങ്കിൽ അത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം, മനസ്സിലായോ? തരുന്നത് കൂടുതലാണെന്ന് തോന്നലുണ്ടെങ്കിൽ അതും അങ്ങ് നിർത്തിയേക്കണം എന്നൂടെ പറഞ്ഞു കമല. സ്വന്തം സുഖം നോക്കി മറ്റൊരു സുഖം നോക്കി വേറെ പോകണ്ടെന്നൊന്നും അച്ഛൻ ഞാനോ പറയില്ല. അങ്ങനെ പറയുന്നത് എൻ്റെ മക്കൾ വിചാരിക്കുകയും വേണ്ട. പാവങ്ങളായ നിങ്ങൾ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം വിനായകൻ, അയ്യോ അമ്മേ ഇങ്ങനെ എന്തൊക്കെ പറയുന്നത്? ഇവളൊരു തമാശ പോലെ എന്തോ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിനക്കത് തമാശയായിട്ട് തോന്നുമെങ്കിൽ അങ്ങനെ ആയിക്കോ, പക്ഷെ എനിക്ക് അങ്ങനല്ല തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഇതേണ്ട അടിച്ചു പിരിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കാട്ടോ മിണ്ടാതെ. എന്നിട്ട് കമൽ ഒരു കസേരയിട്ട് അവിടെ പോയിരിക്കുന്നു. എന്നിട്ട് ചുറ്റിനും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, ഒരക്ഷരം മിണ്ടാതെ. ഈ സമയത്ത് വിനായകനും അപ്പുറത്തേക്ക് മാറി നിന്നു. അപ്പോഴാണ് വിക്രം കയറി വരുന്നത്. എന്താ ഇവിടെ എത്ര സൈലൻസ് എന്നിങ്ങനെ ചോദിച്ചു. ആരും ഒന്നും മിണ്ടുന്നില്ല. എന്ത് പറ്റി ശ്രീജേടത്തി? ശ്രീജയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ആളാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നന്ദിനിയടത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചു. സീനാകെ ഷോക്കാണല്ലോ. എന്ത് പറ്റിയെന്നാ നീ നിന്റെ ഭാര്യയോട് ചോദിക്കടാ എന്ത് പറ്റിയെന്ന് എന്ന് പറഞ്ഞു. എല്ലാം ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ ഒറ്റ ഒരുത്തിയാ എന്ന് പറഞ്ഞു നന്ദിനി. എന്നിട്ട് പൂച്ചയെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ അവള് എന്ന് ചോദിച്ചു. എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. ഇനി എന്താ ഉണ്ടാവേണ്ടത്? എന്നെയും എൻ്റെ ഭർത്താവിനെയും ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പുകച്ചു പുറത്തിയടിക്കാം എന്നുള്ള ആലോചനയായിരുന്നു ഇവക്ക്. ഇന്നവള് മനഃപൂർവ്വം അവസരം ഉണ്ടാക്കി. എന്നിട്ടെന്താ അമ്മയെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ വരെ പറയിപ്പിച്ചു. നന്ദിനിയടത്തി അനാവശ്യമായി ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ എടുത്ത. അതെ, നിങ്ങളെ പുറത്താക്കുക എന്നുള്ളത് എൻ്റെ കാര്യമല്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ ഇത്രയും നാടകം നീ കളിച്ച് എന്തിനാടി? ആദ്യം ഞങ്ങളെ പുറത്താക്കണം, പിന്നെ ആ പാവൻ ശ്രീജേടത്തെയും വിശ്വേട്ടനെയും. അവസാനം നിനക്ക് ഈ വീട് ഭരിക്കാലോ. അമ്മ അതുകൊണ്ട് തന്നെയാണ് നീ പാട്ടിലാക്കിയത്. അപ്പം മിണ്ടാതെ കുറച്ചു നേരം വേദന നിന്നിട്ടോ. എത്ര പെട്ടെന്ന് വശത്താക്കാൻ എന്തോ മന്ത്രവും തന്ത്രവും അടി പ്രയോഗിച്ചതാ. നിങ്ങളെ അമ്മ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പെരുമാറിയതിന്റെ ബലമാണ് എന്ന് പറഞ്ഞു. ഡി എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഓങ്ങി വേദയുടെ നേരെ. തൊട്ടു പോകരുത് തന്നെ എന്ന് പറഞ്ഞു വേദ കൈ ചൂണ്ടിക്കട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് വിക്രം, കൈ താഴ്ത്തടി നീ ആദ്യം എന്ന് വിക്രം വേദയോടാണ് പറഞ്ഞത്. നിന്നോടാ ഞാൻ പറഞ്ഞത് കൈ താത്തിടാൻ. അപ്പൊ വേദ ഒന്നും മിണ്ടിയില്ല, കൈ താത്തി. അപ്പൊ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞല്ലോ, നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയോ? നീയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ വീട്ടിൽ കയറി വന്ന ഒരാളായി ഇത് ഈ ഏട്ടത്തി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവരെയൊക്കെ ഏട്ടത്തിയായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്, കൂടെ പറഞ്ഞ ചേച്ചിമാരായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിക്രം. അവരുടെ നേരെ കൈ ചൂണ്ടിയാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു വേദ. അപ്പൊ ഉണ്ടാകുന്ന നിങ്ങൾ കാണും കേട്ടോ വേദ. എല്ലാവരും അബദ്ധത്തിലാണെങ്കിലും നിന്നെ കഴുത്തിൽ താലി കെട്ടിയതാ ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റിന്റെ പ്രായച്ചിത്തമായിട്ട് എൻ്റെ അച്ഛൻ നിനക്ക് ഈ വീട്ടിലൊരു ഇട തന്നിട്ടുണ്ട്. സമയാസമയം ഭക്ഷണവും തരുന്നുണ്ട്. അതും കഴിച്ച് കഴിയേണ്ട കാര്യമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട, കേട്ടല്ലോ? അപ്പൊ ശ്രീജ വന്നിട്ട് വേദ അനാവശ്യമായി ഒന്നും ഇടപെട്ടിട്ടില്ല വിക്രം. വിവരമുള്ളവരോടല്ലേ ശ്രീജയടുത്ത് സംസാരിക്കാൻ പറ്റും, ഒറ്റ ബുദ്ധികൾക്ക് ആലോചിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ വേദ അപ്പൊ ഡി എന്ന് പറഞ്ഞ കൈ ഓങ്ങി അവളുടെ നേരെ. വിക്രം എന്ന് വിളിച്ചു കമല. വേദ പറഞ്ഞാ ശരി, നീ ഒറ്റ ബുദ്ധി തന്നെയാ. അവളെ തല്ലാനുള്ള യോഗ്യത നീ ഇപ്പോഴും നേടിയിട്ടില്ല മോനെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് എന്താ പറയാ ഭാര്യമാരുടെ ചെകിട്ടത്തടിക്കുന്ന ഭർത്താക്കന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു. നിങ്ങളെക്കാൾ 10-30 എണ്ണം കൂടുതലുണ്ടിട്ടും നിങ്ങളുടെ അച്ഛൻ എന്നോട് ചെയ്യാൻ തോന്നിയിട്ടില്ലെങ്കിൽ എൻ്റെ ആൺമക്കൾക്ക് ഒരാൾക്കും അവരുടെ ഭാര്യമാരോട് ചെയ്യാൻ ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മിണ്ടാതിങ്ങനെ നിന്നു. എന്തായാലും എനിക്കുണ്ടായ ആൺമക്കളുടെ ഗുണം അത് സൂപ്പറാ എന്ന് പറഞ്ഞു. മൂത്തവന് ഭാര്യയുടെ വില എന്താണെന്നറിയില്ല,
പക്ഷെ ഇളയവൻ രണ്ടാമത്തെ ഒരാളുണ്ട്, ആ ഭാര്യ അമൃത എന്ന് പറഞ്ഞ വിഷം കൊടുത്താലും അത് മോന്താൻ അവന് ഒരു മടിയും ഇല്ലാത്തവൻ. പിന്നെ മൂന്നാമത്തവന്റെ കാര്യം, ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം അതെന്താന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു കമല. അപ്പൊ വേഗം വിഷു അങ്ങോട്ടേക്ക് ചെല്ലാണ്. എടാ വിക്രം, ഇവിടെ സംഭവിച്ച എന്താണെന്ന് നീ മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇത്രമാത്രം പൊട്ടിത്തെറിക്കാൻ. എന്താ ഉണ്ടായ വിഷുവേട്ടാ? അത് വിനായകൻ KP കുറിസിൽ ഒരു കുറി ചേർന്നിരുന്നു, അത് ഞാൻ അറിഞ്ഞായിരുന്നു. 6 ലക്ഷം പോയത് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അത് മനസ്സിലായപ്പോ അത് തിരിച്ചു പിടിക്കാനായിട്ട് വേദയെ വിളിച്ചു. അപ്പൊ വേദയാണെങ്കിലോ, വേദ അഡ്വക്കേറ്റ് ദർശനെയും കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ പോയി. ആരെ കൂട്ടിക്കൊണ്ട് എന്ന് ചോദിച്ചു വിക്രം. അഡ്വക്കേറ്റ് ദർശൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് വിശ്വാസത്തോട് വിളിക്കാൻ ഒരാളെ ഉള്ളൂ, അത് ദർശനാണ് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കും അറിയാനാണല്ലോ. കാശ് തിരിച്ചു വാങ്ങിക്കൊടുക്കാമെന്ന് വാക്കും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അമ്മ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അപ്പോ അമ്മയാണെങ്കിലോ രഹസ്യമായി പണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ വഴക്കായി. അപ്പോഴാണ് വേദ സർപ്രൈസ് ആയിട്ടൊരു കാര്യം അറിയിച്ചത്. പിന്നെ മറ്റൊന്നുമല്ല, വിനായകൻ കുറി വെച്ചത് സഹകരണ ബാങ്കിലെ കടം വീട്ടാനായിരുന്നു എന്ന്. അപ്പോ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനൊരു കാര്യമേ വിനേട്ടൻ പറഞ്ഞിട്ടില്ല, അങ്ങനൊരു കാര്യം വേദ ഉണ്ടാക്കി പറഞ്ഞതാ എന്ന് നന്ദിനി ഉടനെ പറയുകയും ചെയ്തു കേട്ടോ. അതിനിടയ്ക്ക് കയറി അപ്പൊ കാര്യം മനസ്സിലായി. അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുതൽ എല്ലാവരും കൂടി ഉണ്ടാക്കിയ കടം തീർക്കാൻ ഉപയോഗിക്കുന്നത് എനിക്ക് എതിർപ്പുണ്ട്. അത് ഞാൻ തുറന്നു പറഞ്ഞു. അതിനെ എല്ലാവരോടും ക്രൂശിക്കുന്നത്. നിന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നഷ്ടപ്പെടും എന്ന് തോന്നിയപ്പോ അത് ശരിക്കും നേടിത്തരാനും അത് തിരിച്ചു പിടിക്കാനും ഒക്കെ ഈ വീട്ടിലെ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ നന്ദിനി? രഹസ്യമായി നീ ഉണ്ടാക്കിയ കാശ് ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയാൽ പോലും കുടുംബത്തിന് ഗുണം വരില്ല എന്നതൊന്നും ചെയ്യില്ല എന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? അക്കാര്യത്തില് വേദനുണയാ പറഞ്ഞതെങ്കിലും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കമല. മതി, ഇനി ഈ വിഷയം പറയണ്ട എന്നുടനെ വിനായകൻ പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ഞാന് നന്ദിനിയും ഇവിടേക്ക് വന്നത് ഇതൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാനല്ല. ദേ, എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഈ സഹകരണ ബാങ്കിലെ കടം വീട്ടാനുള്ളത് തന്നെയാണ്. 3 ആൺമക്കൾക്കും സ്വത്ത് എല്ലാം തുല്യമായുള്ള അവകാശം എന്ന രീതിയിൽ ബാധ്യതയും സ്വന്തമായി 3 പേരും തുല്യമായിട്ട് എടുക്കണം. അതുകൊണ്ട് 4 ലക്ഷത്തിന്റെ തുല്യവീതം 1,33,333 രൂപ അത് ഞാൻ തരും എന്ന് പറഞ്ഞു വിനായകനുടനെ. കൂടാതെ പലിശയുടെ 1/3 അത് ബാക്കി നിങ്ങൾ 2 പേരും സംഘടിപ്പിക്കണം, അതല്ലേ അതിന്റെ മര്യാദ എന്ന് ചോദിക്കുകയാണ് വിനായകൻ. അപ്പൊ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടു അത്. കൊള്ളാം എന്നുള്ള മട്ടില്. വേണ്ട വിനയേട്ട എന്ന് പറഞ്ഞു ഉടനെ വിക്രം, ഈ ബാധ്യത ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു വിക്രം. അതിന് നീ സമ്പാദിക്കുന്ന പണം ചോര മണക്കുന്ന പണം എന്നല്ലേ അച്ഛൻ പറയാറ്? ആ അവസ്ഥയിലേക്ക് ഞാൻ വന്നതിന്റെ കാരണം മറ്റാരെക്കാളും കൂടുതൽ വിനായകൻ ബ്രോയ്ക്ക് അറിയാം. എന്താ അറിയില്ലേ? ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വിനായകൻ മിണ്ടുന്നില്ല കേട്ടോ, മിണ്ടാതെ നിൽക്കാണ്. അധ്വാനിച്ച് ഞാൻ നേടിയ കാശ് ഞാനൊരു ഷർട്ടും മുണ്ടും വാങ്ങി വന്നപ്പോ അത് ഇട്ട് പുറത്തു പോകാൻ എൻ്റെ അച്ഛൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ആ പണത്തിന്റെ മൂല്യം അതെനിക്കറിയാം എന്ന് പറഞ്ഞു. ആ കടം ഞാൻ അധ്വാനിച്ച് തന്നെ വീട്ടിക്കോളാം. അപ്പൊ വിക്രം അതങ്ങ് ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ അത് ഞാൻ ശ്രീനിവാസനുമായിട്ട് വിട്ടുപോരാൻ തീരുമാനിച്ചോ? അതെ, ആപത്തിൽ നിന്നവരെ വിട്ടുകളയാൻ ഇനി വിക്രം രണ്ടാമതൊന്ന് ജനിക്കണം. കൊണ്ടുവരുന്ന പണം ഏത് രീതിയിലാണെന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നോടെ വിക്രം ചേർത്തു കേട്ടോ. അപ്പൊ വേഗം വേദയുടെ മുഖത്ത് നോക്കി വേദ ആകെ സങ്കടപ്പെട്ട് നിൽക്കാണ്. ഈ തോന്നല് എന്നിലുണ്ടാക്കിയതിന് നിനക്കൊരു വലിയ പങ്കുണ്ട്, അതിന് ഒരു താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, ശ്രീജിക്ക് സന്തോഷമായി. നന്ദിനിയുടെ മുഖം മാറിയിട്ടോ. വേഗം എന്നെ അടിക്കാൻ നിന്നെ ഓങ്ങിയതിൽ അതും സോറി എന്ന് വിക്രം മാപ്പ് പറഞ്ഞു. വേഗം തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ വേദയോട് മാപ്പ് പറയുകയാണ്. അപ്പൊ കമല ചെന്ന് ആശ്വസിപ്പിക്കുകയാണ് വേദനെ. വിക്രം പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം അവിടെ നിന്നു. അപ്പൊ നന്ദിനി അവിടെ നിൽക്കുകയാണ്. ശരി, ഇന്ന് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലും ശകാരവും കേട്ടത് വേദയാ. അതുകൊണ്ട് തന്നെ പക്ഷേ അത് അനുഭവിക്കേണ്ട ഒരു കാര്യവും ഈ കുട്ടി ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കമല. ആരോ തട്ടിയെടുക്കേണ്ടിയിരുന്ന പണം തിരിച്ചു കിട്ടാനുള്ള വഴി അത് അവള് ചെയ്തു കൊടുത്തു. വീട്ടിലെത്തിയപ്പോ അതെല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യത്തിനായിരുന്നെങ്കിൽ നല്ലതായേനെ എന്ന് അവൾ ആഗ്രഹിച്ചു.
അതിലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടി ശ്രമിച്ചപ്പോ ഒരു കാര്യം ആ കുട്ടി ചെയ്തു വിനായക. എന്താണെന്നറിയോ? നിനക്ക് ഈ വീട്ടില് വിലയും നിലയും കിട്ടുന്ന രീതിയിൽ അവൾ അത് ഇവിടെ അവതരിപ്പിച്ചത്. അത് നിനക്ക് മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു നിമിഷം നിന്റെ സ്വഭാവം മാറി എന്ന് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു, ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നിന്റെ ഭാര്യ നിന്നെ വീണ്ടും ചെളിക്കുണ്ടിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി ഒന്ന് നോക്കാണ് കേട്ടോ. നീ തനി സ്വാർത്ഥനും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളാണെന്നും അവളാ ഇപ്പൊ നിന്റെ കാര്യത്തിൽ തെളിയിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമില്ലേ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ തമ്മിലുള്ള കാര്യം. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഇവൾ ഒരുപാട് തവണ വേദയെ അപമാനിച്ചു. അതാ എനിക്ക് പറയാനുള്ളത്. അതിന് നന്ദിനി വേദയോട് മാപ്പ് പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി ആകെ ഇതായിപ്പോയി കേട്ടോ. നിൽക്കുക ഇങ്ങനെ ഒട്ടി കിട്ടിയ പോലെ ആയിപ്പോയി നന്ദിനിക്ക്. അപ്പൊ നന്ദിനി അടുത്തേക്ക് ചെന്നു കമല. നന്ദിനി, ഞാൻ നന്ദിനിയോടാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ പഴയതുപോലെ അമ്മയും മക്കളുമായിട്ട് പെരുമാറണമെങ്കിൽ നന്ദിനി വേദയോട് മാപ്പ് പറയണം എന്ന് തന്നെ കമല തീർത്തങ്ങ് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിന്ന് കുറച്ചു നേരം. എന്നിട്ട് വിനായകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പറഞ്ഞോ എന്ന് കാണിക്കാം. ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ വഴക്കും ബഹളവും ഈ വീട്ടിലുണ്ടായി. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നന്ദിനി സോറി പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം വിനായകൻ ഒന്നുമില്ല, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റക്കായിട്ട്. പറയടി എന്നുള്ള മട്ടിൽ വിനായകൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അവസാനം നന്ദിനി ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.